സ്കോട്ടിഷ് ഫുട്ബോളിൽ 3 പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന സെൽറ്റിക് റേഞ്ചേഴ്സ് ആധിപത്യത്തെ തച്ചു തകർത്താണ് സർ അലക്സ് ഫെർഗൂസൺ പ്രീമിയർ ലീഗിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ബുദ്ധിമുട്ടേറിയതായിരുന്നു അയാളുടെ പുതിയ ജോലി. മാക് ബുസ്ബിക്ക് ശേഷം ഒരിക്കൽ പോലും ലീഗ് നേടിയിട്ടില്ലാത്ത യുണൈറ്റഡ് എല്ലാ അർത്ഥത്തിലും സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തെ മിസ്മാനേജ്മെൻറ്റിൻ്റെ ക്ഷതങ്ങൾ മായ്ച്ചു കളയാൻ അയാൾക്കെല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ടി വന്നു. ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ്, യൂത്ത് ടീം സെറ്റപ്പ് എന്ന് തുടങ്ങി തൻ്റെ കളിക്കാർ എങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും പോലും അയാൾ തീരുമാനിച്ചു. എങ്കിലും ഫലങ്ങൾ കണ്ടു തുടങ്ങാൻ പിന്നെയും സമയമേറെ എടുത്തു. തൻ്റെ ആദ്യ ലീഗ് കിരീടത്തിന് വേണ്ടി 7 വർഷങ്ങളാണ് അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നത്. എന്നാൽ അതിനുശേഷമുള്ള 3 സീസണുകളിൽ 2 തവണയും കിരീടം നിലനിർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ സിംഹാസനം അല്പം ബലമായി തന്നെ മേഴ്സിസൈഡിൽ നിന്നും പറിച്ചെടുത്ത് മാഞ്ചസ്റ്ററിലേക്ക് അയാൾ മാറ്റി പ്രതിഷ്ഠിച്ചു. ഇനിയുള്ള കാലത്തേക്ക് ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ നെറുകയിൽ കാല് നീട്ടിയിരിക്കാമെന്ന് ഒരു വേളയെങ്കിലും അയാൾ മോഹിച്ചു തുടങ്ങുന്നിടത്തേക്കാണ് പതിയെ ഇറലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആഴ്സണലിൻ്റെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കാൻ വെങ്ങർ എത്തുന്നത്.